സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള വിതരണ പ്രതിസന്ധി പരിഹാരത്തിലേക്ക് ഹൈക്കോടതി വിധി അനുകൂലമെന്ന് സർക്കാർ അറിയിച്ചു. നിയമനാധികാരി സിൻഡിക്കേറ്റ് എന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേരാൻ വിസിയോട് ആവശ്യപ്പെടും. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള അനിശ്ചിതത്വത്തിനും സിൻഡിക്കേറ്റിൽ തീരുമാനമാകും. വിജയൻ വായാന്തോർ വിശദാംശങ്ങൾ നൽകും. വിജയൻ, കെട്ടിയുവിലെ ഈ ശമ്പള പ്രതിസന്ധിയിൽ എങ്ങനെ ഒരു തീരുമാനമാക്കും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതുവരെ. ഇപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തൊരു പരിഹാരമായിരിക്കുന്നത്? ആ പരിഹാരം എത്ര സമയം കൊണ്ട് ഇനി പ്രാബല്യത്തിൽ വരും? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ലീഗൽ അഡ്വൈസർ നിയമനവുമായി ബന്ധപ്പെട്ട് ലീഗൽ അഡ്വൈസറുടെ നിയമനം റദ്ദാക്കിയ വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നത്. ആ വിധിയിലാണ് കൃത്യമായി സിൻഡിക്കേറ്റിനാണ് എല്ലാ നിയമനങ്ങളുടെയും അധികാരമെന്ന് അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടുകൂടിയാണ് പ്രശ്നപരിഹാരത്തിനുള്ളൊരു വഴി തുറക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മാസങ്ങളായി ശമ്പളം മുടങ്ങിയ നിലയിലാണ് ജീവനക്കാർ KTUവിലെ. അതുകൊണ്ട് തന്നെ അവർ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഈ ഓണക്കാലത്തെങ്കിലും തങ്ങൾക്ക് ശമ്പളം ലഭിക്കണം എന്നുള്ള ആവശ്യമാണ്. വാഹനങ്ങൾ ഉൾപ്പെടെ കട്ടപ്പുറത്താവുന്ന നിലയൊക്കെ നിലവിലെ സാങ്കേതിക സർവകലാശാലയിൽ പ്രതിസന്ധി എത്തിച്ചിട്ടുണ്ട്. അതിന് ഒരു പരിഹാരമാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിധിയിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇനി സിൻഡിക്കേറ്റ് യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം VCക്ക് മുന്നിൽ വെക്കാൻ പോകുന്നു. ഒരുപക്ഷെ 30-ാം തീയതി തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള സൂചനയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഇന്നലെ മന്ത്രി ആർ ബിന്ദു തന്നെ ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും, ഓണത്തിന് മുമ്പ് തന്നെ ശമ്പളം നൽകാൻ കഴിയും എന്നുള്ള ഒരു അഭിപ്രായം നമ്മളോട് തന്നെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 30-ാം തീയതി ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറെ തീരുമാനിക്കാൻ നിലവിൽ VCയുടെ PS ആയിട്ടുള്ള ആളെയാണ് രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുള്ളത്. അത് മാറ്റി ഒരു രജിസ്ട്രാറെ നിയമിക്കാനുള്ള ഉത്തരവ് അത് സിൻഡിക്കേറ്റ് യോഗം കൈക്കൊള്ളും. അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. ഈ ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെ സാങ്കേതിക സർവകലാശാലയിൽ നിലവിൽ തുടരുന്ന പ്രതിസന്ധികൾ അതോടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും സാങ്കേതിക സർവകലാശാലയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം തന്നെ സ്ഥിരം VC നിയമനവും നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിനുള്ള സമിതി ഉൾപ്പെടെ സുപ്രീം കോടതി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഹൈക്കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ ആ ബെഞ്ചിന്റെ നിരീക്ഷണവും ഒപ്പം തന്നെ ബെഞ്ചിന്റെ വിധിയും വന്ന സാഹചര്യത്തിൽ എന്തായാലും സർക്കാരിന് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിസന്ധി കൂടി പരിഹരിക്കാൻ കഴിയും എന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള സിൻഡിക്കേറ്റ് യോഗം അടുത്ത് തന്നെ ചേരും. ഈ വിധിയുടെ മറ്റൊരു ഭാഗം കൂടി വായിക്കേണ്ടതുണ്ട് സൈഫുദ്ദീൻ. അത് ഈ കേരള സർവകലാശാലയിലും സമാനമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അത് സാമ്പത്തികമായ പ്രതിസന്ധി അല്ലെങ്കിലും VCയുടേതാണോ സിൻഡിക്കേറ്റിൻ്റെതാണോ അധികാരം എന്നുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വിധിയിലും പറയുന്നത് അതായത് നിയമനങ്ങളുടെ പൂർണ്ണ അധികാരി അത് സിൻഡിക്കേറ്റ് ആണ് എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഒരു ഹർജിയുണ്ട്. അത് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. വാദങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ കേരള സർവകലാശാലയിലും സമാനമായ എന്തായാലും KTUവിലെ ശമ്പള പ്രതിസന്ധി അടക്കം ഇപ്പോൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുന്നു. വേഗത്തിൽ തന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.